ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ സോമിലി ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് യോഗയാണ്. കഴിഞ്ഞ നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഒന്നായിരുന്നു യോഗ എക്സസൈസ് കൂടി കാണിക്കുമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ അതിനു വേണ്ടി തന്നെ തയ്യാറായിരിക്കുകയാണ്. രാവിലെ തന്നെ റെഡിയായി. അപ്പം എൻ്റെ ലൈഫിൽ യോഗ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എന്നും സ്ഥിരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, കാരണം ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ യോഗ ചെയ്യും, അതുപോലെ മെഡിറ്റേഷൻ ചെയ്യും, പ്രാണായാമം ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു. അത് എൻ്റെ ലൈഫിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 5-10 മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ കുറെ ലൈഫിൽ കുറേ കാര്യങ്ങൾ വന്നിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതി വന്നു. അതിനുശേഷമാണ് എൻ്റെ മുടി കൊഴിച്ചിലും അങ്ങനത്തെ കുറച്ച് സ്ട്രെസ്സും പ്രശ്നങ്ങളും ഒക്കെ സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ ഈ സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യോഗ റീസ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ മെഡിറ്റേഷൻ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രാണായാമം ചെയ്യും. പ്രാണായാമം ചെയ്തിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെഡിറ്റേഷൻ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് പ്രാണായാമം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാണായാമം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന, നമുക്ക് നമ്മുടെ തലയോട്ടിയിലേക്ക് കറക്റ്റായിട്ട് ബ്ലഡ് ഫ്ലോ കിട്ടുന്ന ടൈപ്പ് കുറച്ച് യോഗ എക്സസൈസുകളും കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇത് ചെയ്യണം. നമ്മുടെ ചാലഞ്ച് തീരുന്നത് വരെ എന്തായാലും ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അതിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ടൈം അത് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എത്ര തവണ ചെയ്യണം, എത്ര നേരം ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ ഇതിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്ന പ്രാണായാമത്തിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, തീർച്ചയായിട്ടും നമുക്ക് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 2, നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്, അതുപോലെ ഹോർമോൺ ഇൻബാലൻസും. ഇതിന് രണ്ടിനെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷനും അതുപോലെ തന്നെ പ്രാണായാമം വളരെ യൂസ്ഫുൾ ആണ്. ഈ ഒരു പ്രാണായാമം ചെയ്ത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ സ്ട്രെസ് ലെവൽ നന്നായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഹോർമോൺ ഇൻബാലൻസിന്റെ പ്രശ്നങ്ങളെ നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാനായിട്ടും പറ്റും. ഒരു മനസ്സിന് എന്താന്നില്ലാത്തൊരു ഹാപ്പിനെസ്, ഒരു ഫീല് നമുക്ക് പ്രാണായാമം ചെയ്യുമ്പോൾ കിട്ടും. അത് ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം അതാണ് പ്രാണായാമത്തിന്റെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് എല്ലാം പുറത്തു കളയുന്നു. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ മറ്റൊരു ദിവസം ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പ്രാണായാമം അതുപോലെ യോഗ എക്സസൈസുകളും ആണ്. മുടിക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ ഹോർമോൺ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് പ്രാണായാമത്തിലേക്ക് പോകാം. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ കാണിച്ചത്. അപ്പൊ നമുക്ക് പ്രാണായാമം സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ഇരിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയറിൽ ഇരുന്നിട്ട് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തറയിൽ തന്നെ ഭിത്തിയോട് ചേർന്നിരുന്ന് ചെയ്യാം. അല്ലെങ്കിൽ നിവർന്നിരുന്ന് ചമ്രം പൂട്ടിട്ടിരുന്നിട്ട് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഇങ്ങനെ വിരൽ പിടിക്കുക. ഇങ്ങനെ വിരൽ പിടിച്ചിട്ട് നമ്മുടെ നെറ്റി ഭാഗത്ത് ടച്ച് ചെയ്യണം. ഈ സെന്റർ ഭാഗത്ത്, പിരുകത്തിന്റെ രണ്ടും സെന്റർ ഭാഗത്ത് ടച്ച് ചെയ്യണം. തള്ള വിരൽ കൊണ്ട് വലതു മൂക്കും, കുഞ്ഞു വിരലും മോതിര വിരലും കൊണ്ടും ഇടതു മൂക്കും ഹോൾഡ് ചെയ്യണം. കുഞ്ഞു വിരലും മോതിര വിരലും കൊണ്ട് ഇടതു മൂക്കും, തള്ള വിരലും കൊണ്ട് വലതു മൂക്കും, ഈ 2 വിരൽ, ചൂണ്ടുവിരലും നടുവിരലും കൊണ്ട് നെറ്റിയുടെ സെന്റർ ഭാഗത്തും ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം ശ്വാസം എടുക്കേണ്ടത് ഇടത്തെ മൂക്കിൽ കൂടെ ആണ്. ഇടത്തെ മൂക്കിൽ കൂടെ ശ്വാസത്തിന് എത്ര സമയം ചെയ്യണം, എത്ര നേരം പിടിച്ചു വെക്കണം, അങ്ങനെയൊന്നുമില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവര് അവനവന് പറ്റുന്ന രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇടതു കൈയുടെ തള്ളവിരലും മോതിരവിരലും യോജിപ്പിച്ച് O പോലെ ആക്കുക. ബാക്കി 3 വിരലും നിവർത്തി വെക്കുക. വലതു കൈയുടെ ചൂണ്ടുവിരലും നടുവിരലും നെറ്റി മധ്യത്തിൽ വെക്കുക. വലതു കൈയുടെ തള്ളവിരൽ വലതു മൂക്കിലും മോതിരവിരലും ചെറുവിരലും ഇടതു മൂക്കിലും വെക്കുക. ശ്രദ്ധിക്കുക, മൂക്ക് ശക്തമായി അടയ്ക്കാൻ പാടില്ല. ശ്വാസം പോകാത്ത വിധം സാവധാനം മാത്രം അടച്ചു പിടിക്കുക. ഇനി ഇടതു മൂക്ക് തുറന്ന് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആദ്യമായി ചെയ്യുന്നവർ 5, 10, 20 എന്ന റേഷ്യോയിൽ ചെയ്യണം. അതായത് മനസ്സിൽ 1, 2, 3, 4 എന്ന് എണ്ണി ശ്വാസം എടുക്കണം. അതിനുശേഷം 1, 2, 3, 4, 5 എന്ന് എണ്ണി 20 നമ്പർ വരുന്നത് വരെ ശ്വാസം പിടിച്ചു വെക്കാം. അതിനുശേഷം 1, 2, 3, 4, 10 വരെ എണ്ണിക്കൊണ്ട് ശ്വാസം വിട്ടുകൊടുക്കാം. ഇത് തന്നെ തിരിച്ചും ആവർത്തിക്കണം. അതായത് വലതു മൂക്കിൽ കൂടിയാണ് ഇനി ശ്വാസം എടുക്കേണ്ടത്. 1, 2, 5 വരെ എണ്ണി ശ്വാസം എടുക്കുക. 20 സെക്കൻഡ് ശ്വാസം പിടിച്ചു നിർത്തുക.
10 സെക്കൻഡ് കൊണ്ട് ശ്വാസം വിട്ടുകൊടുക്കുക. ഇത് തീർന്നതിന് ശേഷം വീണ്ടും ഇടത്തെ മൂക്കിൽ കൂടി തുടങ്ങി വലത്തെ മൂക്കിൽ അവസാനിക്കുക. അതിനുശേഷം വലത്തെ മൂക്കിൽ കൂടി തുടങ്ങി ഇടത്തെ മൂക്കിൽ അവസാനിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും ഇടതു മൂക്കിൽ നിന്നാണ്, അവസാനിക്കേണ്ടതും ഇടതു മൂക്കിലാണ്. 5 മുതൽ 10 മിനിറ്റ് വരെ തുടക്കക്കാർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പ്രാണായാമം കഴിഞ്ഞതിന് ശേഷം നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം. കൈ നേരെ ഫ്രണ്ടിലേക്ക് നീട്ടി വെക്കുക. കാല് പുറകിലേക്ക് നീട്ടി വെച്ചതിന് ശേഷം ഉപ്പൂറ്റി തറയിൽ മാക്സിമം അമർന്നിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ശരീരം മാക്സിമം നട്ടിൽ നിവർത്തി ഹിപ്പിൻ്റെ ഭാഗം മാക്സിമം മുകളിലേക്ക് ഒരു മല പോലെ ഉയർത്തി കൊണ്ടുവരിക. ഇങ്ങനെ ഈ ഒരു ലെവലിൽ ഒരു 10 സെക്കൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യാം. ശ്വാസം സാധാരണ എടുക്കുന്നത് പോലെ എടുത്താൽ മതി. ഇത് ഏകദേശം 4-5 തവണ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നിവർന്ന് നിൽക്കാം. എന്നിട്ട് നേരെ താഴേക്ക് കുനിഞ്ഞു വരാം. കാലിൻ്റെ പുറകിലായിട്ട് കൈ ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ട് മൂക്ക് കൊണ്ട് കാലിൻ്റെ മുട്ടയിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ചിലർക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ കാലിൻ്റെ വിരലിൽ മാത്രം പിടിച്ച് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ നോക്കുക. അതല്ലെങ്കിൽ കാലിൻ്റെ മുട്ട് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. മടക്കിയിട്ട് നമ്മുടെ മൂക്ക് കാൽമുട്ടയിൽ ടച്ച് ചെയ്തിട്ട് ഒന്ന് നിവർന്നു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു നിലയിൽ ഏകദേശം 10 മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യുക. ഇത് ഒരു 10 തവണ ചെയ്യാം. അടുത്തതായിട്ട് നിവർന്ന് കിടക്കുക. അതിനുശേഷം ഒരു ചെറിയ കുതിപ്പോടുകൂടി നമ്മുടെ നടുഭാഗം മുകളിലേക്ക് ഒന്ന് ഉയർത്തി കൊടുക്കാം. മാക്സിമം ഇത് ബാലൻസ് ചെയ്യാൻ കുറച്ച് പാടാണ്. മാക്സിമം പറ്റുന്നത്രയും ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഇത് കുറേ നാളായി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്കും ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരും കേട്ടോ. കറക്റ്റായിട്ട് ചെയ്താൽ നമ്മുടെ ഷോൾഡർ മുതൽ കാലിൻ്റെ എൻഡ് ഭാഗം വരെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ചിലർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഭിത്തിയിലേക്ക് ചാരി കിടക്കുക. എന്നിട്ട് സ്ലോലി നമ്മുടെ കാല് രണ്ടും ഭിത്തിയുടെ മുകളിലേക്ക് ഒന്ന് ഹോൾഡ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി നമ്മുടെ ഹിപ്പ് മാക്സിമം ഭിത്തിയുടെ സപ്പോർട്ടോടുകൂടി മുകളിലേക്ക് പൊക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ലെവലിൽ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം തിരിച്ച് താഴേക്ക് വരാം. അടുത്തതായിട്ട് കൈ നേരെ ഫ്രണ്ടിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം നട്ടിൽ നന്നായിട്ടൊന്ന് വളച്ചു വെക്കുക. അതിനുശേഷം നമ്മുടെ ഹിപ്പ് കാലിൽ കൊണ്ടുപോയി ഹോൾഡ് ചെയ്യുക. നമ്മുടെ തലയുടെ മുകൾ ഭാഗം തറയിൽ അമർത്തി വെക്കുക. ഒരുപാട് പ്രഷർ കൊടുക്കരുത്, ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. അതിനുശേഷം കൈ ഒന്നുകിൽ കാലിൻ്റെ പുറകിൽ ഹോൾഡ് ചെയ്യാം. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ 2 സൈഡിൽ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്താൽ മതി. അങ്ങനെ ഒരു 10 സെക്കൻഡ് നമുക്ക് ഹോൾഡ് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യാം. ഇതും ഒരു 4-5 തവണ ചെയ്തു കൊടുക്കാം. അടുത്തതായിട്ട് നെയിൽ റബ്ബിംഗ് ആണ്. നെയിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫോഴ്സായിട്ട് ചെയ്യരുത്. സ്ലോലി വേണം റബ്ബ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് ചെയ്ത് ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 മിനിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 സെക്കൻഡ് ബ്രേക്ക് എടുത്തിട്ട് അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ യോഗ പോസുകൾ. ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന യോഗ പോസുകളിൽ വളരെ കുറച്ച് മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനിയും ഉണ്ട്, അതൊരു നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുക. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ടൈംസ് ചെയ്യാനായിട്ട് നോക്കുക. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഒരു 1-2 ചെയ്ത് തുടങ്ങുക. പിന്നെ പെതുക്കെ കൂട്ടാം. 1 വീക്കിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു യോഗ പോസുകളാണ്. ഒരു 5-10 മിനിറ്റ് എടുത്തിട്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ തല നന്നായിട്ട് വിയർക്കും. എനിക്കിപ്പോൾ തന്നെ ഇവിടെ നിന്നൊക്കെ വിയർപ്പ് ഒഴുകുന്ന ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ തല വിയർത്തിട്ടുള്ള ഒരു തലയിൽ ഒരു ഹെയർ പാക്ക് ഇടാനോ ഹെയർ ഓയിൽ യൂസ് ചെയ്യാനോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. മുടി കെട്ടി വെക്കാനും പാടില്ല. പുറത്ത് പോയിട്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ചെറിയ ഇളം വെയിലൊക്കെ കൊണ്ടിട്ട്, അതുകൊണ്ട് രാവിലെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇത് കഴിഞ്ഞ ഉടനെ പുറത്തേക്ക് പോയിട്ട് നമ്മുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് മാക്സിമം പറ്റുന്ന ദിവസമൊക്കെ വെയിൽ കൊള്ളാമെന്ന്. അപ്പൊ നിങ്ങളിത് ചെയ്യുന്ന ദിവസങ്ങളിൽ ചെറിയ ഇളം വെയിൽ പോയിട്ട് കൊണ്ട് മുടിയെല്ലാം പുറത്തുനിന്ന് വരുന്ന കാറ്റിൽ തന്നെ നന്നായിട്ട് ഉണക്കി എടുക്കുക. ഇനി അതില്ലെന്നുണ്ടെങ്കിൽ റൂമിനകത്ത് നിന്നിട്ടായാലും മുടി ഉണക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് മുടി ഉണങ്ങി കഴിഞ്ഞിട്ടേ ഏതൊരു ഹെയർ പാക്കോ ഹെയർ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.